ഒരു പുതിയ പ്രോജക്റ്റ് വേണം. പക്ഷെ എന്താണ്, നമുക്ക് കോസ്റ്റ് അനാലിസിസ് വേണ്ടേ? നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 5 കോടി രൂപ ബിസിനസ്സിൽ കടമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്? ആ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? നിങ്ങൾക്ക് ഇൻകം വന്നു തുടങ്ങുമോ എന്നുള്ളൊരു പ്ലാനില്ലേ? അതൊന്നുമില്ല. ഇപ്പം കടമെടുക്കുന്നതിൻ്റെ ഒരു 50% കൂടുതൽ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഗുഡ്. ഇപ്പം 5% അസറ്റ് ക്രിയേഷന് വേണ്ടി ചെയ്യുന്നത്. അത് കാരണം എന്താ? ഈ കടവും കടത്തിന്റെ ഇൻട്രസ്റ്റും വീട്ടാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എമൗണ്ട്. അപ്പം അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചറാണ്. ഇപ്പം കേരളത്തിന്റെ ഇക്കോണമി എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിലയിലാണ് ഫിസിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. വെരി ഡേഞ്ചറസ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രൈം ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു കളക്ട് ടാക്സ് പ്രോപ്പർലി. നികുതി പിരിക്കുക. നികുതി പിരിക്കാൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മെക്കാനിസം ഉണ്ടാവണം. പക്ക നികുതി പിരിക്കണം നന്നായി. നികുതി പിരിച്ച് എക്സ്ചക്കർ നിറച്ചാൽ മാത്രമേ നമുക്ക് വികസന പദ്ധതികളും ക്ഷേമ പരിപാടികളും നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നികുതി പിരിവിൽ ദയനീയമായ പരാജയമാണ്. നിങ്ങൾക്ക് അവിശ്വസനീയമായ തരത്തിലുള്ള പരാജയമാണ് ജി എസ് ടിയിൽ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, വാറ്റ് GST രണ്ടാണ്. ഒന്ന് മാനുഫാക്ചറിങ് ഇതിൽ ടാക്സ് മേടിക്കുകയും ഇത് കൺസ്യൂമർ പോയിന്റിൽ ടാക്സ് മേടിക്കുകയും ചെയ്യാം. ഇവർ ഈ കഴിഞ്ഞ വർഷം വരെ വാറ്റിലുണ്ടായിരുന്ന സെയിം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ് GSTയിൽ ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ 90% സ്റ്റേറ്റുകളും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ റീസ്ട്രക്ചർ ചെയ്തിട്ട് ഇവിടെ ചെയ്തില്ല. ഞാൻ ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years നിരന്തരമായി. ഈ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ചെയ്യണം. ഇപ്പം ചെയ്തു ലാസ്റ്റ് ഇയർ. പക്ഷെ അത് ഫെയിലിയറായി. പ്രോപ്പറായിട്ട് ചെയ്തില്ല. ഒരു സിസ്റ്റം ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GST വന്നപ്പോൾ കേരളമാകേണ്ടിയിരുന്നു ഇന്ത്യയിലെ നമ്പർ 1 ബെനിഫിഷ്യറി സ്റ്റേറ്റ്. കാരണം എന്താ? കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകേണ്ട സംസ്ഥാനം. അതായത് 30% ഗ്രോത്ത്, ടാക്സ് ഗ്രോത്ത് ഉണ്ടാകേണ്ട സ്റ്റേറ്റ് ആണ് എവറി ഇയർ. പക്ഷേ ഇപ്പം എത്രയെന്ന് വെച്ചാൽ 5%, 6% ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശം സിറ്റുവേഷനാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്റേണൽ വർക്കിംഗ്സിൽ പ്രശ്നമുണ്ടെന്നാണോ അതോ GST കളക്ഷന്റെ എൻഫോഴ്സ്മെന്റ് പ്രോപ്പർ ആയി? എല്ലാം മോശമാണ്. അഡ്മിനിസ്ട്രേഷൻ തന്നെ, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണ്ടേ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ക്യാമറ ഇല്ല, ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്, ആരും അറിയുന്ന പോലും ഇല്ല. അപ്പോൾ സ്റ്റേറ്റ് എക്സക്കറിന് ടാക്സ് പോവുക. ഇത് ഞാനിത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു. അന്നത്തെ ധനകാര്യമന്ത്രി ഐസക് പറഞ്ഞില്ല, സാറില്ല നമുക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ നോ. എപ്പോഴും നമ്മളൊരു സിസ്റ്റം പുതിയതായി തുടങ്ങുമ്പോൾ സിസ്റ്റം ലൂപ്പ് ഹോൾസ് ഇല്ലാതെ ഭംഗിയായിട്ട് ചെയ്യണം. എത്രയോ വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന നമ്പർ 1. നമ്പർ 2, ഈ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തേക്കുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റമാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, കിട്ടില്ല പിന്നെ കോമ്പൻസേഷൻ. 2, 3 ഇപ്പോൾ ഒരു ടൈൽസ് നമ്മളൊരു 5000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുക. നിങ്ങൾ തന്നെ നേരിട്ട് പോയി മേടിക്കുകയാണ്, ടാക്സ് കൊടുക്കാതെ വിൽക്കുക. നിങ്ങൾ സാധനം മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരു ജെനുവിൻ ടാക്സ് പെയർ അവിടെ വേറെ ഉണ്ട്. കടയ്ക്ക് വാടക കൊടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വാട്ടർ ചാർജ് കൊടുത്ത്, എംപ്ലോയീസിനെ വെച്ച് സ്റ്റേറ്റിന് പൈസ കൊടുക്കുന്ന ഒരാളുണ്ട്. അയാൾ പൂട്ടുവാണ്. കാരണം ബിസിനസ് ഷെയ്ഡി ബിസിനസ്സായിട്ട് പുറത്തു പോവാണ്. അപ്പോൾ ഗവൺമെൻറ് ജെനുവിൻ ടാക്സ് പെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവരുടെ ഒരു ഫെയിലിയർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 വർഷം മുമ്പ് പറഞ്ഞു, നിങ്ങളിത് തുടങ്ങിയിട്ട് 5 വർഷമായി. IGST ഉണ്ട്. അതായത് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങിച്ച് അവിടെ ടാക്സ് കൊടുത്തു, ഇവിടെ കൊണ്ടുവന്നത് വിറ്റ്, ഇവിടെ ടാക്സ് കിട്ടി. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കൊടുത്താൽ അവിടെ കൊടുത്ത ടാക്സ് സെൻട്രൽ പൂളിലേക്കാണ് പോയേക്കണം. അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ 5 കൊല്ലമായിട്ട് 5000 കോടി വെച്ച് ഈ സർക്കാർ നഷ്ടപ്പെടുത്തുകയാണ്. ഇത് പ്രോപ്പർ റിട്ടേൺ ഇല്ല, ക്ലെയിം ചെയ്യുന്നില്ല. ഇല്ല. IGSTയിൽ 25,000 കോടി രൂപ ആദ്യത്തെ 5 വർഷം നഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പിന്നെ കുറേ പേര് പരിഹസിച്ചു ഭരണകക്ഷിയിൽ. എന്താണ് എൻ്റെ ഭാഗ്യത്തിന് 3 മാസം കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിൻ്റെ റിസർച്ച് വിങ് ആയിട്ടുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സസ് അവരൊരു സ്റ്റഡി റിപ്പോർട്ട് കൊടുത്ത് അവർ ഇത് തന്നെ പറഞ്ഞു, 25,000 കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്ന്. ഞാനൊരു ലെയ്മാൻ എന്ന നിലയിൽ ഇത് കേൾക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതായത്
സെൻട്രൽ ഗവൺമെന്റ് ഒരു പുതിയ ടാക്സിന്റെ സിസ്റ്റം കൊണ്ടുവന്നു. അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്താലേ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് ചെയ്തിട്ടില്ല. അതാണ് ഇനഫിഷ്യൻസിയാണ്, ഫിസ്ക്കൽ മിസ്മാനേജ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? ഒരുപാട് ആളുകൾ വന്ന് വിറ്റ് പോവാണ്. ഇതൊക്കെ സ്റ്റേറ്റ് എക്സെക്യൂട്ടീവിന് നഷ്ടപ്പെടുകയല്ലേ. ഇനി ഒറ്റ കാര്യം കൂടി, സ്വർണത്തിന് 2001 ഒരു ഗ്രാമിന് 400 രൂപ താഴെയാണ്. 400 രൂപ എന്ന് കൂട്ടിക്കോ. 8 ഗ്രാമാണ് ഒരു പവൻ. 3200 രൂപ ഒരു പവന് 2001. അന്ന് നമുക്ക് 500 കോടിയോളം കിട്ടും ടാക്സ് 2001. ഇപ്പൊ 25 years ആയി. ഇപ്പൊ സ്വർണത്തിന്റെ വില എത്ര? 88,000 രൂപയാണ്. എന്നുവെച്ചാൽ എത്ര ഇരട്ടിയാണ്? ഈ 3000-ന്റെ എത്ര ഇരട്ടിയാണ്? സ്വർണം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്ന സ്ഥലവും കേരളമാണ്. അപ്പൊ ഇതിന്റെ ഒരു ഏകദേശം ഒരു 30 ഇരട്ടിയോളം ടാക്സ് വർദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴും കിട്ടുന്ന 500 കോടിയാ. അത്ര തന്നെയാണ്. അപ്പൊ ഷെയ്ഡി ബിസിനസ്സാണ്. ടാക്സ് അടയ്ക്കാതെ ബിസിനസ് അടക്കമാണ് സ്വർണത്തില്. പഠിക്കണ്ടേ? മനസ്സിലാക്കണ്ടേ? അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തണ്ടേ? ഒന്നുമില്ല. ബാറിന്റെ എണ്ണം കൂടും, ബാറിൽ നിന്നുള്ള ടേൺ ഓവർ ടാക്സ് കുറയും. എങ്ങനെയാ അത് ഓരോ സെക്ടറും സ്റ്റഡി ചെയ്യണം. ഇപ്പൊ ഗോൾഡ്, കേരളത്തിൽ എത്ര ഗോൾഡ് വിൽക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റണം. അതിലെത്ര ഗോൾഡാണ് കടകളിൽ കൂടി വിറ്റിട്ട് നമുക്ക് ടാക്സ് അടയ്ക്കുന്നത്, കടകളിലല്ലാതെ എത്ര ഷെയ്ഡി ബിസിനസ് നടക്കുന്നുണ്ട് അറിഞ്ഞിട്ട് അത് പിടിക്കണ്ടേ? എല്ലാവരെയും പിടിക്കണ്ട, 5 പേരെ പിടിച്ചാൽ മതി. പിടിക്കാനുള്ള ഒരു ശ്രമവും നടത്തണില്ല. അപ്പോൾ സത്യത്തിൽ 10,000 15,000 കോടി രൂപയുടെ ടാക്സ് ഗോൾഡിൽ നിന്ന് മാത്രം കിട്ടിയേനെ. 15,000 കോടി നമ്മുടെ കയ്യിൽ കിട്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 40,000 കോടിയാണ്. ഒരു 15,000 കോടി അധികം വന്നാൽ അതിന്റെ പകുതി അങ്ങനെ തന്നെ മാറി. ഒറ്റ ഐറ്റമാണ് ഞാൻ പറഞ്ഞത്. ഏത് ഒറ്റ ഐറ്റം? പിന്നെ കമ്പി, സിമെന്റ് തുടങ്ങിയ കേരളത്തിൽ നല്ല കൺസ്ട്രക്ഷൻ ഭൂമുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത്. അതൊന്നും കിട്ടുന്നില്ല പ്രോപ്പറായിട്ട്. ടാക്സ് ഇവേഷൻ നടക്കണം കേരളത്തിൽ. ഒന്നും ഒരു ശ്രദ്ധയും സിസ്റ്റത്തിനില്ല. അപ്പൊ ഇതിലേക്ക് എത്തിയത് മികച്ച പ്ലാനിങ്ങിന്റെ അഭാവവും ടാക്സ് കളക്ഷൻ മര്യാദക്ക് നടന്നില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണൽ ഫിനാൻസിനെ പറ്റി ആൾക്കാരോട് സംസാരിക്കുന്ന നമ്മൾ എപ്പോഴും പറയും, സാധാരണ ആൾക്കാർ ഡെറ്റ് ട്രാപ്പിൽ, കടക്കെണിയിൽ പെട്ടുപോകുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ സംസ്ഥാനം കടക്കെണിയിൽ അക്ഷരാർത്ഥത്തിൽ കടക്കെണിയാണ്. ഇതിപ്പോ കാണുന്ന കടം, ഇപ്പൊ ഓരോ കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും കടത്തിലാണ്. പല സ്ഥാപനങ്ങളും തകർന്നു തുടങ്ങി കേരളത്തിൽ. ഇപ്പോൾ എംപ്ലോയീസിന്, പെൻഷൻകാർക്ക്, ടീച്ചേഴ്സിന് ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ കൊടുക്കാനുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ പഴയ ഇൻഡിക്കേറ്റേഴ്സ്, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, അതെന്ന് വെച്ചാൽ കേരളത്തിനൊരു ചരിത്രമുണ്ട്. കേരളത്തിൽ മിഷണറിമാർ വന്നു തുടങ്ങിയും രാജഭരണകാലത്തും 57 മുതൽ ഇലക്റ്റഡ് ഗവൺമെൻറ്റുകൾ വന്ന കാലം മുതലും ഈ പ്രൈമറി ഹെൽത്തിലും പ്രൈമറി എഡ്യൂക്കേഷനിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഒക്കെ കുറഞ്ഞു വന്നു. അതൊന്നും ഇപ്പോഴത്തെ കാര്യമില്ല, പണ്ട് മുതലേ മെയിൻറ്റെയിൻ ചെയ്ത സംഭവമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് 20 വർഷം മുമ്പ് 25 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം അതിനൊരു പ്രോഗ്രസ് ഇല്ല, ഒരു പ്രോഗ്രസ് ഇല്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഹാർട്ട് സർജറി നടത്തും മെഡിക്കൽ കോളേജുകളിൽ. ഹാർട്ട് സർജറിക്ക് എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യണവർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവരത് നിർത്തിവെച്ചു, ഹാർട്ട് സർജറി നിർത്തിവെച്ചപ്പോൾ. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് സപ്ലൈ ചെയ്യണ കമ്പനികൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അവരപ്പോൾ പ്രോപ്പർ സപ്ലൈ ഇല്ല, മെഡിസിൻസ് ഇല്ല. ഇപ്പം മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്യാൻ പോകണമെങ്കിൽ നൂലും സൂചിയും കത്രിയും മേടിച്ചുകൊണ്ട് പോകണം, കോട്ടൺ കൂടി മേടിച്ചുകൊണ്ട് പോകണം. അപ്പം നമ്മളൊരു നല്ല നിലയിലുണ്ടായിരുന്ന ഒരു സിസ്റ്റത്തെ ഈ ഇക്കണോമിക് ഇതിൻ്റെ ക്രൈസിസ് കൊണ്ട്, ഫിസിക്കൽ ക്രൈസിസ് കൊണ്ട് എങ്ങോട്ട് താഴേക്ക് എത്തിച്ചു. അതുകൊണ്ടാണ് ഈ ഹെൽത്ത് കെയറിലും പ്രശ്നമുണ്ടായെന്നാണ് പറയുന്നത്. ഹെൽത്ത് കെയറിൽ പ്രശ്നം ഉണ്ടായത്. 2, ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. ഏതിനാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ്. കഴിഞ്ഞ ഇൻഫ്ലേഷൻ ആ റേറ്റ്, ഇതിന്റെ നമ്പർ അത് കഴിഞ്ഞ 9 മാസമായിട്ട് നമ്പർ 1 ആണ്. അപ്പോ ഒന്ന് ആഡ് ചെയ്തോട്ടെ, നമ്പർ 1 എന്ന് പറഞ്ഞാൽ പോലെ, അതായത് നമ്മളുള്ളത് 8-9% കേരളത്തിന്റെ ഇൻഫ്ലേഷന്റെ വളർച്ച വരുന്നത്. നാഷണൽ ആവറേജ് 2% താഴെയുള്ളൂ. അതായത് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്പർ 1 അടിച്ചിരിക്കുക. അതിന് നമ്മുടെ മുൻ ഭരണാധികാരികൾ തന്നെ, നമ്മൾ മെഡിക്കൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉണ്ടാക്കി, മാവേലി സ്റ്റോർ ഉണ്ടാക്കി, നമ്മൾ സബ്സിഡി കൊടുത്ത് 13 എസെൻഷ്യൽ പ്രോഡക്റ്റ് കൊടുക്കുകയാണ്.
ഇപ്പോൾ അവർക്കത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഗവൺമെൻറ് ഹ്യൂജ് എമൗണ്ടാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സപ്ലൈ ചെയ്യുന്ന സപ്ലൈയേഴ്സിന് വിതരണം നടത്താൻ പറ്റുന്നില്ല. എലക്ട്രിസിറ്റി ബോർഡ് 10 കൊല്ലം മുമ്പ് ലാഭത്തിലായിരുന്നു. 1000 കോടി രൂപയുണ്ടായുള്ള ആകെയുള്ള കടം. പല കാരണങ്ങളും. ഈ 10 കൊല്ലം കൊണ്ട് 9.5 കൊല്ലം കൊണ്ട് അതിൻ്റെ കടം 50,000 കോടി രൂപയായി. KCBക്ക്. യെസ്. ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ 3 പ്രാവശ്യം എലക്ട്രിസിറ്റി ചാർജ് കൂട്ടി. ഇപ്പോഴും വീണ്ടും കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തേക്കുക. അപ്പൊ ഇതിന്റെ എല്ലാ ഇമ്പാക്ട് സാധാരണക്കാരന്റെ ലൈഫിൽ വരുവാണ്. ലൈഫിൽ വിലക്കയറ്റം ഉണ്ടാകുക, അല്ലേ, എലക്ട്രിസിറ്റി ചാർജ് കൂട്ടുക, അങ്ങനെ ഓരോന്നും. 9 മാസം മുമ്പ് അല്ലെങ്കിൽ 1 കൊല്ലം മുമ്പ് നോക്കി ഒരു ശരാശരി കുടുംബത്തിന്റെ, സാധാരണ മിഡിൽ ക്ലാസ് ഒരു കുടുംബത്തിന്റെ ചെലവ് കഴിഞ്ഞ 2024 ഒക്ടോബറിൽ നിന്ന് നോക്കിയാൽ 2025 ഒക്ടോബർ ആകുമ്പോൾ 15,000 to 20,000, 15,000 രൂപ മുതൽ 20,000 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട് ചെലവ്. ഈ വിലക്കയറ്റം കൊണ്ട്, വൈദ്യുതി ചാർജ് കൂട്ടിയത് കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആർക്കും വരുമാനം വർദ്ധിച്ചിട്ടില്ല. പിന്നെ ഈ കേരളത്തിൽ വെൽഫെയർ ഇതുണ്ട്, സ്കീംസ് ഉണ്ട് ഇഷ്ടം പോലെ. ക്ഷേമനിധികളെന്ന് പറയും, വെൽഫെയർ ബോർഡുകൾ. ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി, അതിൻ്റെ അവരുടെ പെൻഷൻ ബെനിഫിറ്റ് കൊടുത്തിട്ട് 18 മാസമായി. അംഗൻവാടി അവരുടെ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ ബെനിഫിറ്റ് കൊടുക്കുന്നില്ല. ഈ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ക്ഷേമനിധികളെല്ലാം തകർച്ചയുടെ വക്കിലാണ്. അവിടെ നിന്ന് ഗവൺമെൻറ് പൈസ എടുക്കുകയാണ്, ഗവൺമെൻറ് കടം വാങ്ങിച്ചു കൂട്ടുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എക്സ്പെൻഡിച്ചറും ഇല്ല. ഇതിപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇഷ്ടംപോലെ കടം മേടിച്ചു കൂട്ടുന്നു, നിങ്ങൾ തോന്നിയ പോലെ ചിലവാക്കുന്നു, അവസാനം എവിടെ എത്തും? കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കും. ആ സ്ഥിതിയിലാണ് സ്റ്റേറ്റ് ഇപ്പോൾ ഇവർ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്ന ഇൻഎഫിഷ്യൻസിയാണ്. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. $1 മില്യൺ ക്വസ്റ്റ്യൻ. ഈ സാധാരണ ഒരാൾ ഒരു കടക്കണിയിലേക്ക് എത്തിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഭയങ്കര പാടുള്ള ഒരു പരിപാടിയാണ്. അപ്പോ ഒരു സ്റ്റേറ്റ് കടക്കണിയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് സൊല്യൂഷൻ? അത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പക്ക ആയിട്ട് റീസ്ട്രക്ചർ ചെയ്യുക, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, ഓരോ സെക്ടറും പഠിക്കുക, ഓരോ സെക്ടറിനും ടാർഗറ്റ് കൊടുക്കുക. ഇത്രയും വരുമാനം വേണം. അത് നമ്മൾ സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും പഴയ ഹിസ്റ്ററി നോക്കിയാൽ മതി. കിട്ടിക്കൊണ്ടിരുന്ന പൈസ എവിടെ വെച്ചാണ് നമ്മൾ കുറഞ്ഞത്, ഇല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് എവിടെയാണ് ഉണ്ടാകാതെ പോയത്, സ്റ്റാഗ്നന്റ് ആയിട്ട് ഏതൊക്കെ ഇതാണ് നിൽക്കുന്നത്. കേരളത്തിൽ ടാക്സ് കിട്ടുന്ന പ്രധാനപ്പെട്ട ജില്ലകളുണ്ട്, എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ ആ ജില്ലകളിലെ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നിട്ട് എവിടെയാണ് ലൂസ് ചെയ്യുന്നത്, എവിടെയാണ് ടാക്സ് ഇവേഷൻ നടക്കുന്നത്, അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊന്ന് ട്രാക്കിലാക്കി കഴിഞ്ഞാൽ ഈ ബാധ്യത അവിടെ ഉണ്ട്, പക്ഷെ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് സ്ലോ ആകേണ്ടി വരില്ലേ? ഏതെല്ലാം കാര്യത്തിന് കോംപ്രമൈസ് ചെയ്യണം, ഏതെല്ലാം കാര്യത്തിൽ ചെയ്യാൻ പാടില്ല എന്നതിന് പ്രയോറിറ്റി വേണം. പ്രയോറിറ്റി ഇല്ല ഗവൺമെന്റിന്. ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥി ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ്റെ ഗ്രാൻഡ് കൊടുക്കാതിരിക്കാമോ? ഇവരത് കൊടുക്കൂല. എന്നിട്ട് ഇവർ അപ്പുറത്ത് PSC ചെയർമാന്റെ മെമ്പറുടെ ശമ്പളം 4.5 ലക്ഷം ആക്കും. കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുടെ ശമ്പളം 2.25 ലക്ഷം ഉള്ളൂ. ഹീസ് ദ ചീഫ് ഓഫ് സ്റ്റാഫ്, അല്ലേ? മാസം 9 ഇന്റർവ്യൂ മാത്രം നടത്തുന്ന ഒരു PSC മെമ്പറുടെ ശമ്പളം 4.25 ലക്ഷം ആക്കി. എന്നിട്ട് പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന ഒരു പട്ടികവർഗ വിദ്യാർത്ഥിയുടെ ഗ്രാൻഡ് കൊടുക്കൂല. അപ്പൊ ഏതാ പ്രയോറിറ്റി? നമ്മളെപ്പോഴും ഒരു ഗവൺമെന്റിന്, ഞാൻ എന്നെ ഭരണകക്ഷിക്കാരും പറയും, പ്രതിഫലം, ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റാണ്, ഗവൺമെന്റിന് ഒരു പ്രയോറിറ്റി വേണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രശ്നം, ഭയങ്കര കടം. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ഒരു വലിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു, അപ്പൊ നമ്മുടെ ഫ്രിഡ്ജും മാറണം. അല്ലെ അപ്പുറത്തെ വീട്ടിൽ ഒരു 25,000 രൂപയുടെ സാരി വാങ്ങിച്ചു. ഇവിടെ നമുക്ക് 25,000 രൂപയുടെ സാരി മേടിക്കാൻ പറ്റുമോ? നമ്മൾ സിമ്പിളാണ്. നമ്മൾ ഏതൊക്കെ എന്ന് പറയും, കുട്ടികൾക്ക് ഭക്ഷണം കൂടെ കഴിക്കാൻ പറ്റുമോ? കറക്റ്റ്, ഞാനത് പറയാം. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടികൾക്ക് പഠിത്തം, അവരുടെ ഭക്ഷണം. ആദ്യം ഭക്ഷണം, അല്ലേ? രണ്ടാമത് അവരുടെ പഠിത്തം. നമ്മുടെ പ്രയോറിറ്റി നമ്മൾ അങ്ങനെ, ഒരു വീടിന്റെ പ്രയോറിറ്റി നമ്മൾ എങ്ങനെ നിശ്ചയിക്കുന്നത്? അതുപോലെ ഒരു നാടിന് പ്രയോറിറ്റി ഇല്ലേ? നമുക്ക് മെഡിസിൻസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചെല്ലുമ്പോൾ മരുന്ന് കിട്ടുന്നില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ?
അപ്പോൾ പ്രയോറിറ്റി അവിടെ കൊടുക്കണം. മാവേലി സ്റ്റോറിൽ സാധനം വേണം. സാധനം ഉണ്ടെങ്കിൽ അത് മാർക്കറ്റ് ഇൻ്റർവെൻഷനാണ് ഗവൺമെൻറ്റിൻ്റെ. പൊതു മാർക്കറ്റിൽ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും, കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും. അതിനെ ബ്ലോക്ക് ചെയ്യണത് എങ്ങനെയാണ്? സർക്കാരിൻ്റെ ഔട്ട്ലെറ്റ് വഴി സബ്സിഡി ഐറ്റത്തിൽ സാധനം കൊടുക്കുമ്പോൾ അവിടെ വില കുറയും. അവിടെ കോംപ്രമൈസ് ചെയ്യാമോ? അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ മാർക്കറ്റിൽ വില കൂടും. അപ്പം നിലവിലുള്ള ബേർഡൻ്റെ മീതെ സർക്കാരിൻ്റെ പ്രയോറിറ്റി ഇല്ലായ്മ സാധാരണക്കാരൻ്റെ മീതെ കൂടുതൽ ഭാരം കെട്ടിവെക്കും. നമ്മളൊരു ഏറ്റവും പാവപ്പെട്ടവരെയും ഏറ്റവും സാധാരണക്കാരെയും ഏറ്റവും ഇടത്തരക്കാരൻ്റെയും അവൻ്റെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമ്മുടെ ഒരു കുടുംബവുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം പ്രയോറിറ്റി ഏതാണ്. ഇവർക്ക് അതില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് ഒരു കടം കയറിയ കുടുംബത്തിനെയാണ് താങ്കൾ ഏറ്റെടുക്കാൻ പോകുന്നത്. എന്നാൽ ആ കുടുംബത്തിന്റെ നാഥനായി കയറുമ്പോൾ ആ കുടുംബത്തിന്റെ പ്രയോറിറ്റി, അബ്സല്യൂട്ട് ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി നോക്കി റൂത്ത്ലെസ്ലി അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യം ചെയ്യും. എന്നിട്ട് മേ ബി കുറച്ച് ലാവിഷ് ലക്ഷറികളൊക്കെ മാറ്റി വെച്ചിട്ട് ആ കടക്കണിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള പ്ലാനിങ്, അതാണ് ഇമ്പോർട്ടന്റ് ആണ്. കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി. അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ ഞാൻ നേരത്തെ ഒരു ലെയ്മാനെ പോലെ, ഒരു മണ്ടനെ പോലെ നേരത്തെ ഞാൻ ചോദിച്ചു, അതായത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നില്ല ഇതല്ലേ ലോജിക്കലായിട്ടുള്ള സൊല്യൂഷൻ, ഇതാരാണെങ്കിലും ചെയ്യേണ്ടതല്ലേ എന്ന ചോദ്യമാണ് എൻ്റെ അകത്തുനിന്ന് പിന്നെയും വരുന്നത്. അപ്പൊ ഇന്നത്തെ സർക്കാർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നും നാളത്തെ സർക്കാർ അങ്ങനെ ഒരു എന്താ പറയാ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പെട്ടുപോകാതിരിക്കുമോ എന്നും ഒക്കെ ഞാൻ ചിന്തിച്ചു പോകും. എനിക്കൊരു വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് മടിയുള്ള വാക്കാണ്. ഇന്നഫിഷ്യൻസിയാണ്, കഴിവില്ലായ്മയാണ്, ശ്രദ്ധയില്ലായ്മയാണ്. ഇതൊക്കെ ഇങ്ങനെ നടന്നു പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഇവരുടെ മനസ്സിൽ. അങ്ങനെയുണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് പൊക്കോട്ടെ, നടന്നു പൊക്കോട്ടെ. അങ്ങനെ അല്ലല്ലോ ചിന്തിക്കേണ്ടത്. അവിടെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. താങ്കൾ ആദ്യം പറയില്ല ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താ? ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് ആശയങ്ങൾ ഉണ്ടാകണം, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാകണം, ക്രൈസിസ് മാനേജ്മെന്റ് വേണം, അല്ലേ? സിറ്റുവേഷൻ ഇത് ചെയ്യണം, ലോങ് ടേം പെർസ്പെക്റ്റീവ് വേണം. ചില കാര്യങ്ങൾക്ക് അത് വേണം. 2031 കേരളം 30 കേരളം എന്തായിരിക്കണം? 2040 കേരളം ഉണ്ടായിരിക്കണം. ലോങ് ടേം പെർസ്പെക്റ്റീവും വേണം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഹെൽത്ത്, അതാണ് ഇന്ന് കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ്. 70% ആണ്. നാഷണൽ ആവറേജിനേക്കാളും വളരെ മുകളിലാണ് നാഷണൽ ആവറേജിനേക്കാൾ. തമിഴ്നാട് 64 5 കൊല്ലം മുമ്പ്, ഇപ്പം 32. തമിഴ്നാട് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് 50% കുറച്ചു വിത്തിൻ 5 years. ഇവിടെ അത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം എങ്ങനെ ഒരു സാധാരണക്കാരൻ ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോവും? എങ്ങനെ പോവും? നമുക്കത് കുറച്ചുകൊണ്ട് വരണ്ടേ? അപ്പോൾ അതിന് പ്ലാനിങ് വേണ്ടേ? എങ്ങനെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറയ്ക്കാം? അപ്പോൾ ഞങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഞങ്ങൾ തീരുമാനിച്ചേക്കണം ഫസ്റ്റ് ഫേസിൽ അത് 30% ആയിട്ട് കുറയ്ക്കും. പിന്നെ അതൊരു 15 കൊണ്ടുവരും. അതാണ്. അതിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ട്. ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള എലാബറേറ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് റൺ ചെയ്യും. അത് നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് പൈസ ഉള്ളവരിൽ നിന്ന് പൈസ മേടിക്കും, പൈസ ഇല്ലാത്തവന് ക്രോസ് സബ്സിഡി കൊടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റേഡിയോളജി, MRI എടുക്കണം, CT സ്കാൻ എടുക്കണം, പെപ് സ്കാൻ എടുക്കണം, അതെടുക്കണം. ഒരു സെൻറ്റർ, ആ സെൻറ്ററിൽ എല്ലാം നല്ല പ്രൊവൈഡ് ചെയ്യും. ഒരു പ്രൈവറ്റ് സെൻറ്ററിൽ ചിലപ്പോൾ 15,000 രൂപയാവും. ഇവിടെ 10,000 രൂപയ്ക്ക് തരും, പൈസ ഉള്ളവൻ്റെ. പൈസ ഇല്ലാത്തവന് വരുമ്പോൾ അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ക്രോസ് സബ്സിഡി ഉപയോഗിച്ച് ഗവൺമെൻറ്റിന് ചെയ്യാം. മനസ്സിലായില്ലേ? ഗവൺമെൻറ് തന്നെ നേരിട്ട് മരുന്ന് പർച്ചേസ് ചെയ്ത് മരുന്നിന് ലാഭമില്ലാതെ വിൽക്കാം. അപ്പം നേരിയ മരുന്ന്, അങ്ങനെയാണ് കാരുണ്യ ഫാർമസി എന്നുള്ള കൺസെപ്റ്റ് വന്നത്. ഞാനാണ് ആ ഐഡിയ MLA ആയിരിക്കുമ്പോൾ കോളിംഗ് അറ്റൻഷൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന്. അപ്പോൾ 5,000 രൂപയുടെ മെഡിസിൻ 50,000 രൂപയായിരുന്നു മാർക്കറ്റിൽ. അപ്പോൾ കാരുണ്യ ഫാർമസി ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റ് 5,000 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങിയപ്പോൾ പ്രൈവറ്റ് മാർക്കറ്റിലെ ആളുകൾ പോവാതായപ്പോൾ അവൻ 5,000 തിരിച്ചു വന്നു.
അതാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ. അപ്പം ഏറ്റവും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ഒരു മിഡിൽ ക്ലാസ്സിനെയും ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ചെയ്യണം. അതിന് നമുക്കൊരു ഒരു അജണ്ട ഉണ്ടാവണം, നമുക്ക് പ്ലാൻ ഉണ്ടാവണം. അതിന് നമ്മൾ എത്രയോ എക്സ്പേർട്സുകളുണ്ട്, അവരെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതിനൊരു ടീം ബിൽഡ് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് ഇതാണ്, വിത്തിൻ 2 years നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് നമ്മൾ 30% ആയിട്ട് കുറയ്ക്കും. അതിന് എന്തെല്ലാം സ്കീംസ് നമ്മൾ ഇടണം, ഒരു നല്ല ടീം, നല്ല അഡ്വൈസേഴ്സ്, ഇതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ ചെയ്ത മലയാളികൾ ഉൾപ്പെടെയുണ്ട്. ഞാൻ എത്ര പേരായിട്ട് സംസാരിച്ചു. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര എന്തൂസിയാസമാണ് കേരളത്തിന് വേണ്ടി വന്നത് ഹെൽപ്പ് ചെയ്യാൻ, വിത്തൗട്ട് എനി കോസ്റ്റ്, ഒരു പൈസ ചെലവില്ലാതെ. ഇപ്പോഴാണെങ്കിൽ ഇവിടെ വരണ്ടല്ലോ, നമുക്ക് ഒരു ഗൂഗിൾ മീറ്റിംഗ് നടത്തിയാലും മതിയല്ലോ, ചെയ്യാം. അപ്പം അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പം നമ്മുടെ കുട്ടികൾ മുഴുവൻ പുറത്തേക്ക് പോകണം. കുറേ നാൾ ഓസ്ട്രേലിയ ആയിരുന്നു, പിന്നെ കാനഡയാണ്, UK ആണ്, ജർമ്മനിയാണ്, എല്ലാവരും പോവാൻ. അവരിവിടെ പുറത്തു പോയി പഠിക്കുന്നതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല, ഞാൻ അതിനെതിരൊന്നും ആളല്ല. പക്ഷെ അവർ പുറത്തു പോയി പഠിക്കണമെങ്കിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം, അല്ലേ? ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോയി പഠിക്കണം. ഇപ്പം അങ്ങനെയല്ല പലരും പോകുന്നത്. പല നിലവാരം കുറഞ്ഞ, നമ്മുടെ നാട്ടിലേക്കാൾ നിലവാരം കുറഞ്ഞ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോവാൻ അവർ പലരും ചതിക്കപ്പെടുന്നുണ്ട്. 30, 35, 40 ലക്ഷം രൂപ വീട് പണയപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. ഈ പോക്ക് പോയാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, കേരളം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഏറ്റവും പ്രായമായവരെ കൊണ്ട് മാത്രം നിറയും. ഏജ്ഡായിട്ടുള്ള വൃദ്ധസദനമായിട്ട് കേരളം മാറും. വലിയ അപകടകരമായ, ഗവൺമെന്റ് ഇതൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. ഇത് അഡ്രസ് ചെയ്യണം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് സംഭവിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്കുണ്ടായ പരാജയം, പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമുക്കുണ്ടായ പരാജയം. 2, ഒരു നല്ല വിദ്യാഭ്യാസം നടത്തി പുറത്തു വരുന്ന ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഉള്ള തൊഴിൽ സാധ്യതകൾ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാതിരുന്നതിന്റെ പ്രശ്നം. നല്ല കിട്ടുന്ന വരുമാനം കിട്ടുന്ന ജോലി കിട്ടാൻ ഉള്ള ഒരു സാധ്യതകൾ ഉണ്ടാകുന്ന കാര്യം, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം. കഴിഞ്ഞ ഒരു 10 വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വിസ്മയകരമായ മാറ്റമാണ്. ഈ വിദ്യാഭ്യാസ രംഗത്തും ഈ ജോലിയുടെ കാര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, അത് ശരിയായിട്ട് മോണിറ്റർ ചെയ്ത് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി, ഏറ്റവും പുതിയ കോഴ്സുകൾ ഏതാണ്, ആരെയാണ് ആവശ്യം എന്നും മനസ്സിലാക്കി അതനുസരിച്ച് ഈ കോഴ്സുകളൊക്കെ കുറെ കൂടെ ഫ്ലെക്സിബിൾ ആക്കി. ഇത് ഇരുമ്പോലൊക്കെ പോലെയാണ്, 50 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്ന കോഴ്സ് ഇപ്പോഴും നടന്നു പോവാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല, ഒരാൾക്കൊരു ജോലി പോലും കിട്ടില്ല. അത് പഠിച്ചിട്ട് എന്താ കാര്യം? പഴയ സിലബസാണ്. ആ സിലബസൊക്കെ മാറി ഔട്ട്ഡേറ്റഡായി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുന്ന വിഷയം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. അത് നോളജ് അപ്ഡേറ്റ് ചെയ്യണം, അല്ലേ? അതിനാണ് നമ്മൾ സ്കില്ല് ചെയ്യണത് പുതിയതിന്. അപ്പോൾ അയാൾക്ക് ബേസിക് നോളജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ NITയിലെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ആ സബ്ജക്റ്റിലുണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ മാറി, അത് അപ്ഡേറ്റ് ചെയ്യണ്ടേ? അതാണ് അതിനെ, വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും പരസ്പരം കണക്ട് ചെയ്ത്, നമ്മളെല്ലാം ഇന്റർനാഷണൽ സിറ്റിസൺസ് ആണ്, അല്ലേ? പുറത്തേക്ക് പോകുന്നതാണ്, അന്റാർട്ടിക്ക വരെ പോകുന്നതാണ് മലയാളിയെ കുറിച്ചുള്ള തമാശ. പുറത്ത് പോകട്ടെ, പക്ഷേ ഇപ്പോൾ പോകുന്നൊരു പോക്ക് അപകടകരമായ ഒരു പോക്കാണ്. അത് നമ്മുടെ കഴിവുകേടാണ്. നാടിന് മാറ്റം ഉണ്ടാകേണ്ടത് ഈ പോപ്പുലേഷനാണ്, ഈ യങ്സ്റ്റേഴ്സിന്റെ പോപ്പുലേഷനാണ്, ക്രീമാണ്. അവരെ നമ്മൾ മിസ് ചെയ്യുവാണ്. അത് സ്റ്റേറ്റിന്, നമ്മുടെ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ അത് ബ്രെയിൻ ഡ്രെയിൻ ആണ്. കറക്റ്റ് ആയിട്ട് ക്രീമായിട്ടുള്ളവരുടെ ബ്രെയിൻ ഡ്രെയിൻ ആണ്. അത് സ്റ്റേറ്റിനുണ്ടാക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതിനെ കുറെ കൂടെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്യണം. അതപ്പോ ഈ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നു കുട്ടികൾ അവരുടെ കഴിവ് കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തിട്ട് എംപ്ലോയബിലിറ്റി ഇന്ന് കേരളത്തിൽ 70 to 90% ഉണ്ടെന്ന് പറയുന്നു. അത് നാഷണൽ ആവറേജിനേക്കാളും കുറച്ച് ഭേദപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ശരി നടക്കുന്നുണ്ടാകാം. പക്ഷെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ആയിരിക്കില്ലേ കുറച്ചുകൂടി റെലവെന്റ്. അതായത് കുട്ടികൾ പഠിച്ചാലും എങ്ങനെയെങ്കിലും ഒക്കെ സ്കില്ല് പുറത്തുനിന്നോ ഇവിടുന്നോ എങ്ങനെയെങ്കിലും സ്കില്ല് ഉണ്ടാക്കിയെടുത്താൽ നല്ല ജോലികളില്ല, അതായത് നല്ല ഇൻഡസ്ട്രീസ് കേരളത്തിലേക്ക് വരുന്നില്ല, നല്ല ബിസിനസ്സുകൾ ഇവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നില്ല, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല, ഫോറിൻ വിട്ടോ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല, നല്ല കമ്പനികളും ബിസിനസ്സുകളും സെറ്റപ്പ് ആയാലാണല്ലോ നല്ല ജോബുകൾ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഇവിടെ നല്ല ക്രീമായിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് അല്ലെങ്കിൽ എക്സ്പേർട്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് വന്നാൽ ഇവിടേക്ക് ബിസിനസ് വരും, ഇൻവെസ്റ്റ്മെന്റ് വരും.
പിന്നെ നമ്മൾ കുറെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആക്കണം. അതാണ്, അത് മാത്രം മതി. ഇപ്പോൾ അതായത് ഞങ്ങൾ ഒരു കാര്യം ഞാനെപ്പോഴും പറയും, കേരളത്തെക്കുറിച്ചൊരു ചീത്ത പേരുണ്ട് പുറത്ത്. ഇവിടെ എപ്പോഴും സമരമാണ്, അതെ, ട്രേഡ് യൂണിയൻ മിലിറ്റൻസിയാണ്. ഇപ്പോൾ ഞാനൊക്കെ ട്രേഡ് യൂണിയനിസ്റ്റുകളാണ്. ഞങ്ങളെല്ലാം ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റുകളാണ്. ഞാനൊക്കെ ഒരു 15-20 വർഷമായി ട്രേഡ് യൂണിയൻ രംഗത്ത്. ഞങ്ങളെല്ലാം വന്നതിന് ശേഷം ഞങ്ങളൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കി. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞങ്ങൾ തൊഴിലാളികളോട് പറഞ്ഞു, നിങ്ങൾ സമരം ചെയ്യണ്ട, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, കമ്പനി പ്രോഫിറ്റബിൾ ആക്കുക, വെദർ ഇറ്റ് ഈസ് പബ്ലിക് സെക്ടർ ഓർ പ്രൈവറ്റ് സെക്ടർ. കമ്പനി നിങ്ങൾ ലാഭത്തിലാക്കിയാൽ ഞങ്ങൾ വി വിൽ ബാർഗെയിൻ ഫോർ യു, ഞങ്ങൾ വിലപേശി നിങ്ങൾക്ക് ആ പ്രോഫിറ്റിൻ്റെ ഷെയർ വാങ്ങിച്ചു തരാം. ഞങ്ങളെല്ലാ സ്ഥലത്തും പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ടേബിളിലും ഒരു മീറ്റിങ്ങിൽ നടക്കുമ്പോഴും പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും മാനേജ്മെൻറ്റിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ള പരാതിയില്ല. ചില പ്രശ്നങ്ങൾ പ്രോഡക്റ്റിൻ്റെയൊക്കെ പ്രശ്നം വരും, അത് തൊഴിലാളികളോ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമല്ല, ഇൻ്റർനാഷണലായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അല്ലാതെ കേരളത്തിൽ റൺ ചെയ്ത് കൊണ്ടുപോകാം കമ്പനികൾ. ഇനി ഇതുവരെ ഒരു ഹർത്താലും നടത്താത്ത കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങൾ. 4.5 വർഷമായിട്ട് UDF കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷം ഒരു ഹർത്താൽ നടത്തിയിട്ടില്ല. എന്താണ് ഹർത്താൽ കൊടുക്കുന്ന മെസ്സേജ്? എന്താണ് കേരളത്തിന് പുറത്തേക്ക്? ഇവിടെ എപ്പോഴും സമരമാണ് അല്ലേ? താങ്കളോട് സംസാരിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കേരളത്തിനൊരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കണം, കേരളത്തിന്റെ ചീത്തപ്പേര് മാറ്റിയെടുക്കണം. ഞാൻ ഈ ഗവൺമെന്റ് സംഘടിപ്പിച്ച ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പോലും പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഏത് ഇല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി അതല്ല പറഞ്ഞത്. കേരളത്തിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരട്ടെ, ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യും. ഗവൺമെന്റ് അത് കൊണ്ടുവന്നു, അല്ലെ ഗവൺമെന്റ് അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ പോയി സമരം ചെയ്യുക? ചെയ്യില്ല, ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ പോസിറ്റീവാണ്. ഞാൻ അവരോട് പറഞ്ഞത് അവരും ഒപ്പോസിഷനിൽ വരുമ്പോഴും അങ്ങനെ ആണെന്നാ. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് കേരളത്തിന്റെ ചീത്തപ്പേര് മാറ്റിയെടുത്ത് കേരളം ചെയ്യാൻ നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു മറ്റ് പല സ്ഥലങ്ങളിലെ അപേക്ഷിച്ചുള്ള നല്ല ക്ലൈമറ്റ്, ഇതെല്ലാം ആളുകൾ ഇവിടെ ഒന്ന് ജോലി ചെയ്യാനും ആളുകൾ ഇവിടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഹെൽത്ത് തന്നെ, കേരളത്തെ ഒരു ഹെൽത്ത് ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കുക. ഇവിടെ വന്ന ആളുകൾ ചികിത്സിക്കും. നല്ല സെന്റർ ഓഫ് എക്സലൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നാൽ ഈ കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും പഠിക്കാൻ ഇവിടെ കുട്ടികളെ കൊണ്ടുവരാം. അപ്പൊ അവിടെയല്ലേ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ക്വാളിറ്റി ഓഫ് ലിവിംഗ്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. കറക്റ്റ്, അതൊക്കെ നമ്മൾ അതിനോട് കണക്റ്റഡ് ആണ്. ടൂറിസം കണക്റ്റഡ് ആണ്. അതെ, നമ്മൾ ടൂറിസ്റ്റ് സെന്റേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഞാനിപ്പോഴും വിചാരിക്കുന്ന ഗവൺമെന്റ് ഫെസിലിറ്റേറ്റർ മാത്രമേ ആയാൽ മതി. ഗവൺമെന്റ് ഒന്നും ടൂറിസം ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കണം, അവർ ചെയ്യട്ടെ, വാച്ച് ചെയ്യണം. ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്താൽ, ഒരു സംവിധാനം ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്താൽ വിത്തിൻ 3 to 5 years ഗവൺമെന്റിനൊരു ഇൻകം വരണം. വേണ്ടേ? അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പൈസ നമുക്ക് വിത്തിൻ 5 years നമുക്ക് തിരിച്ചു കിട്ടണം. പിന്നെ ഗവൺമെന്റിന് അതൊരു, ഞാൻ പറഞ്ഞല്ലോ, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗവും കൂടിയാവും. പ്രൈവറ്റ് സെക്ടർ നന്നായി നടത്തിട്ട് അതിനൊന്ന് റെഗുലേറ്റ് ചെയ്താൽ മതി, ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീമുണ്ട്, കേരളത്തിൽ 530-550 കിലോമീറ്റർ കടലാണ്, വളരെ അനുഗ്രഹീതമായ സ്ഥലം. അതിൻ്റെ ഇപ്പുറത്ത് ബാക്ക് വാട്ടറാണ്, തൊട്ടപ്പുറത്ത് വെസ്റ്റേൺ ഗാർഡ്സാണ്, ഫോറസ്റ്റാണ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ ക്ലൈമറ്റാണ്. നമുക്ക് എന്തുകൊണ്ട് കോസ്റ്റൽ ഷിപ്പിംഗ് ചെയ്യാൻ പാടില്ല? നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടുണ്ട്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലുണ്ട്, 2 ഇൻ്റർനാഷണൽ പോർട്ട് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഉണ്ട്. ഇത് കൂടാതെ മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ, 17 പോർട്ടുണ്ട്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. നമുക്ക് കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിച്ചിട്ട് ആദ്യം ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിൽ കൂടി കൊണ്ടുപോട്ടെ. കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഷിപ്പിംഗ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കാർഗോ, നമ്മുടെ സ്റ്റേറ്റിനകത്ത് തന്നെ. ഞാൻ പറയുന്നത് ഇപ്പൊ ആദ്യം പെട്രോള്, ഡീസല്, മണ്ണെണ്ണ തുടങ്ങിയ ഹസാഡസ് മെറ്റീരിയൽസ് ഉണ്ട്, ഗ്യാസ്, ഇതൊക്കെ റോട്ടിൽ നിന്ന് അങ്ങോട്ട് പോട്ടെ. അപ്പൊ എന്താ? റോഡ് ഫ്രീ ആയില്ലേ? റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ 1/3 എക്സ്പെൻസ് വരുള്ളൂ കോസ്റ്റൽ കാർഗോ വന്നു കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയും കുറേ മെറ്റീരിയൽസ് കൊണ്ടുപോകാം പതിയെ. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ആകുമ്പോഴേക്കും നമുക്ക് ടൂറിസം കൊണ്ടുവരാം. നിങ്ങൾ മംഗലാപുരത്ത് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് കയറിയാൽ, രാവിലെ കയറിയാൽ, നാളെ ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയാൽ പോരെ?
അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പോർട്ടിലിറങ്ങി, നിങ്ങൾ കൊച്ചിയിലിറങ്ങി, നിങ്ങൾ മൂന്നാറിലേക്ക് പോകല്ല, കണക്ടിവിറ്റി ഉണ്ടായാൽ പോരെ. അപ്പോൾ ട്രെയിൻ, വാട്ടർ, ഷിപ്പിംഗ്, കണക്ടിവിറ്റി ഉണ്ടാവണം പോർട്ടുകളിലേക്ക്. ഈ പോർട്ടിൽ ചെന്നാൽ ഈ സാധനങ്ങൾ നമുക്കൊരു ടോട്ടൽ നാവിഗേഷൻ പ്ലാൻ ഉണ്ടാവണം. ഈസിയായിട്ട് ചെയ്യാം. നമുക്ക് അത് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാം. നമുക്ക് എന്തുമാത്രം പൈസ ലാഭം ഉണ്ടാവും. നമ്മുടെ റോഡ് ഫ്രീ ആവും, നമ്മുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യും, ഒരുപാട് സാധ്യതകൾ വരും. ഈ 2 ഇൻ്റർനാഷണൽ പോർട്ടും അവരും മെച്ചപ്പെടും, അവർക്കും കൂടുതൽ ബിസിനസ് വരും. ആ ബിസിനസ് ഇപ്പോൾ ഞാൻ സിംഗപ്പൂർ, ദുബായ്, സിയാറ്റിൽ, ഇതെല്ലാം പോർട്ട് സിറ്റികളാണ്. കേരളം അതുപോലെ വലിയൊരു പോർട്ട് സിറ്റിയായി മാറാം. ഭയങ്കരമായ നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു GDP ഉണ്ടാകുന്ന ഗ്രോത്ത് എന്തായിരിക്കും, എത്ര പെർസെൻറ്റേജ് ആയിരിക്കും GDP ഉണ്ടാകുന്ന ഗ്രോത്ത്? കേരളത്തിൻ്റെ ഇൻകം എത്രമാത്രം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പാടില്ലേ? എൻ്റെ ഒരു ഡ്രീമാണ് മനസ്സിൽ, ഞാൻ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈസിയായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഞാൻ എക്സ്പേർട്ടുകളോട് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്, അവരെല്ലാം അതിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. എന്തെല്ലാം സാധ്യതകളാണ് നമുക്കുള്ളത്. നമ്മുടെ പ്രത്യേകതകളെയാണ് നമ്മൾ സാധ്യതകളാക്കി മാറ്റേണ്ടത്. ഇപ്പോൾ വേറൊരുദാഹരണം, നമുക്ക് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ, അതായത് ഇപ്പോൾ ഇന്തോനേഷ്യ, തൈവാൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. നമ്മുടെയും ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. അവിടെ ഉണ്ടാകുന്ന ചില ഫ്രൂട്ട്സ് ഉണ്ട്, അവക്കാഡോ, റംബുട്ടാൻ. റംബുട്ടാനൊക്കെ ഇവിടെയുണ്ട് സാധനങ്ങൾ. നമുക്കിവിടെ പ്ലാന്റേഷൻ കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുക. ആ പ്ലാന്റേഷൻ ക്രോപ്പായിട്ട് നമുക്ക് ഈ ഫ്രൂട്ട് പ്ലാന്റ്സിനെ കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വെച്ച് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി നല്ല പാക്കിംഗ് നടത്തി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാമല്ലോ. ഇപ്പം ഈ അടഞ്ഞു കിടക്കുന്ന പല ഫാക്ടറികളിൽ ലൈവാവും. അവിടെ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിലാവും, വരുമാനമാവും, ഇല്ലേ? അവരുടെ ജീവിത സാഹചര്യം മാറും. തൊഴിലാളികൾക്ക് കിട്ടും, സ്റ്റേറ്റിന് ഇൻകം കിട്ടും. നമുക്ക് ചെയ്യുന്നതിന് എന്താ, ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ നമുക്ക് തുടങ്ങാൻ പാടില്ലേ? പ്രൈവറ്റ് പ്ലാന്റേഴ്സ് റെഡിയാണ്, പ്ലാന്റേഴ്സിൻ്റെ ഡിമാൻഡാണ്. ഒരു ഫാക്ടറി പൂട്ടിക്കിടക്കാണ്, തേയില റൺ ചെയ്യാൻ പറ്റുന്നില്ല, പ്രോഫിറ്റബിൾ അല്ല, പൂട്ടിക്കിടക്കുകയാണ് വർഷങ്ങളായിട്ട്. 5, 10 അല്ല, 10, 15, 20 വർഷമായിട്ട് പൂട്ടിക്കിടക്കുക. അവിടെ നിങ്ങൾ ഇത്രയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്ലാന്റേഷൻ ക്രോപ്പായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് വളർത്താം. കൊടുത്താൽ ഭയങ്കര വിലയാണ് ഇതിനൊക്കെ, ഈ പ്രോഡക്റ്റിനൊക്കെ. വരുമാനമല്ലേ, കുറേ പേർക്ക് തൊഴിലല്ലേ, എക്സ്പോർട്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാം, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി പാക്കിംഗ് ഒക്കെ നന്നാക്കി